എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കാറിൻ്റെ പെയിൻ്റ് അടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് പോളിഷ് ചെയ്യാനുള്ള പരിപാടിയായിരുന്നു. ക്ലിയർ കോട്ട് അടിച്ചതിന് ശേഷം പോളിഷ് ചെയ്തില്ലെങ്കിൽ ഒരു നല്ലൊരു തിളക്കം കിട്ടത്തില്ല. ഞാനിത് മീഷോയിൽ നിന്ന് വാങ്ങിച്ചാണ്. 250 അതിൽ താഴെയാണ്. എനിക്ക് 230 രൂപയാണായത്. അപ്പോൾ 11 പീസുള്ള പോളിഷ് ചെയ്യുന്ന കിറ്റാണിത്. 11 പീസ്. 1 2 3 4 5 6 7 8 9 ഇത് 10, ഇത് 11. ഇതിൻ്റെ ഷാഫ്റ്റാണ്. ഇതിൻ്റെ ഡയ വന്നിട്ട് 8 mm ആണ്. നമ്മൾക്ക് ഇതിവിടെ ഇങ്ങനെ ഇട്ടിട്ട് ഡ്രില്ലിംഗ് മെഷീനിലിട്ടിട്ട് നമ്മൾക്ക് ബഫ് ചെയ്യാനാണ്. ഇതൊരു കോട്ടൻ്റെ ആണ്. ഇത് ബഫ് ചെയ്യാനുള്ളതായിരിക്കണം. ഇതൊക്കെ പോളിഷ് പലതും പല കളറാണ്. ഇതുണ്ട്, ഇതിങ്ങനെ കുഴി പോലെയുള്ളത്. ഇത് ബ്ലാക്ക്. പലതിനും പല കട്ടിയാണ്. ഞാൻ പറയാം, ഇതാണ് ഏറ്റവും തിക്നെസ് ഉള്ളത്. ഇത് അമങ്ങാൻ കുറച്ച് വിഷമമാണ്. അതിലും സോഫ്റ്റാണ് ഇത്, അതിലും തീരെ സോഫ്റ്റാണ്. മഞ്ഞയാണ് ഏറ്റവും സോഫ്റ്റായിട്ടുള്ളത്. ഇതിവിടെ ഒട്ടുന്ന ടൈപ്പാണ്. ഇത് വലിച്ചു പറിച്ചിട്ട് നമുക്ക് ഓരോന്ന് ഒട്ടിക്കാം. ഇത് പ്ലെയിൻ ആയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഹാർഡാണ് ഇതിനേക്കാളും. അല്ല, ഇതിൻ്റെ ഈ കളറാണ്, വൈറ്റാണ് നല്ല ഹാർഡായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പീസ് കിട്ടിയിട്ടുണ്ട് മീഷോയിൽ. മറ്റുള്ള സൈറ്റിൽ 500 രൂപയ്ക്ക് അടുത്താണ് കാണുന്നത്. ഇത് 3 inches ആണ് റൗണ്ട് വരുന്നത്. നമുക്ക് അത്യാവശ്യം ലൈറ്റുകളും വണ്ടി മൊത്തമായിട്ട് പോളിഷ് ചെയ്യാമെന്നാണ് തോന്നുന്നത്. ഇത് നമുക്ക് എന്തായാലും നോക്കാം. വലിയ കുഴപ്പമില്ല. പിന്നെ ഇത് ഇങ്ങനെ തന്നെയാണ് പോകുന്നത്. മീഷോയിൽ നിന്ന് വന്നപ്പോൾ പ്രത്യേകിച്ച് ബോക്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ബോക്സ് ഒന്നും ഇല്ലാത്ത കാരണം ഇത് ഡാമേജ് ആവാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ നോക്കി വാങ്ങിച്ചോളുക. ഇതിപ്പോൾ ഇവിടെ ഡാമേജ് ഒന്നും ആയിട്ടില്ല. ഈ സാധനം പൊട്ടിപ്പോയാൽ ചിലപ്പോൾ പണി കിട്ടും. ഇതൊരു റബ്ബർ പോലത്തെ മെറ്റീരിയലാണ്. കൊള്ളാം എന്തായാലും.